ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ നേരം സത്യം പറഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പറ്റി. എന്നും അങ്ങനെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു ടൈമൊന്നും കിട്ടാറില്ല. ഇന്ന് എൻ്റെ കൂടെ ആദ്യമുണ്ട്, പക്ഷെ ഉച്ച കഴിഞ്ഞ് അവൾക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഉച്ചവരെ അവൾ എൻ്റെ കൂടെ ഇല്ല. ഇന്നൊരു റിലാക്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരുടെ ഒരു മെയിൻ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, നമ്മളിപ്പം ഒരാൾ എണീക്കണം എന്ന് വിചാരിച്ചാലും മറ്റേ ആൾ സമ്മതിക്കാറില്ല, നമ്മളെ വീണ്ടും പിടിച്ച് കിടത്തും. ഞാനൊരു കുറച്ച് വർഷമായിട്ട് ഫോളോ ചെയ്ത കുറച്ച് റുട്ടീൻസിലൊരു കാര്യമാണ് രാവിലെ എണീറ്റ് ഞാൻ ഫോൺ നോക്കില്ല എന്നുള്ളൊരു സംഭവം. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഫോൺ വന്ന് നോക്കുക. അല്ലാതെ രാവിലെ എണീറ്റ് ഫോണ് നോക്കി ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കി ഞാൻ അങ്ങനെ സമയം കളയാറില്ല. അത് കഴിഞ്ഞ് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്തു. സെറ്റാഫിലിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് ജോൺസൺസ് ബേബിയുടെ ആണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ആവുന്ന പോലെ തോന്നാറുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫേവറേറ്റ് ആണ് സെൻറ്റൻലേൻ്റെ ഒരു സിറം. ഇത് ആക്ച്വലി അടിപൊളിയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അധികം നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്കിൻ കുറച്ച് ബ്രൈറ്റനിങ് ഒക്കെ ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആക്ച്വലി വീട്ടിൽ നിൽക്കുവാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും ഒരു വൈകുന്നേരം 6 മണി സമയം വരെ നമ്മൾ എന്തായാലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അത് റീഅപ്ലൈ ചെയ്യണം എന്നുള്ളത് ഡോക്ടർമാരൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് എനിക്ക് ആക്ച്വലി പുറത്ത് എങ്ങും പോകാൻ പറ്റില്ല. അത് എനിക്കൊരു കോൺഫിഡൻസ് കുറവ് പേഴ്സണലി തോന്നിക്കാറുണ്ട്. പിന്നെ ചെറുപ്പം തൊട്ട് എനിക്കുള്ളൊരു സംഭവമാണ് ഡാർക്ക് സർക്കിൾസ്. അത് എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. അപ്പം അത് ഞാൻ പിന്നെ ഒഴിവാക്കിയൊരു സംഭവമാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് നല്ലൊരു AM and PM സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുക്കളയിലോട്ടാണ് പോയത് നല്ലൊരു ചായ ഇടാൻ വേണ്ടി. എനിക്കിപ്പോൾ ജോലിക്ക് പോകണമെങ്കിലും കോളേജിൽ പോകണമെങ്കിലും ഞാൻ കുറച്ച് സമയം നേരത്തെ എണീക്കും. എനിക്കിങ്ങനെ ഓടിപ്പണഞ്ഞ് പോകുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. കുറച്ച് ടൈം എടുത്ത് റിലാക്സ് ചെയ്ത് എനിക്കായിട്ടൊരു മീ ടൈം കണ്ടുപിടിച്ചിട്ടായിരിക്കും ഞാൻ പിന്നെ ജോലിക്കൊക്കെ പോകാറ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തത്, കാരണം ഇന്ന് ഒരു സൺഡേ ആണ്. എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാരണം എനിക്ക് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹോസ്പിറ്റലിൽ. നാട്ടിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയായിരുന്നു. അതിനെനിക്ക് ലീവ് വേണം. അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ ഉള്ള 2 സൺഡേ കൂടിയിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിൽ പോയി ഈ കഴിഞ്ഞ സൺഡേ ഞാൻ തിരിച്ച് വന്നപ്പം ഈ സൺഡേ ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പം അടുപ്പിച്ച് ഇത്രയും ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ബ്രെയിൻ ഇങ്ങനെ ആയിട്ടിരിക്കുക. അപ്പം ഇന്ന് എനിക്കിന്നൊരു റിലാക്സ് ഡേ ആണ്. ഇന്നലെ ഞാൻ എൻ്റെ പണികളെല്ലാം കഴിച്ചു വെച്ചു. ഇന്ന് ഞാൻ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റത്. ഇനി ഞാൻ ഒരു ചായ കുടിക്കും. എൻ്റെ സ്കിൻ കെയർ ഒക്കെ നിങ്ങൾ കണ്ടില്ല, ഞാൻ പുതിയതായിട്ട് ഇപ്പം സ്കിൻ കെയർ ഒക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ മുഖത്ത് അങ്ങനെ കുരുവൊന്നും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്കിൻ കെയർ ചെയ്യുന്നത് നമ്മൾ മറ്റേ വെളുത്ത് ക്ലിയോപാട്ര മാതിരി ആവാൻ വേണ്ടിയൊന്നും അല്ല, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കൂടുതലും ഗേൾസ് ആണ് കാണുന്നത്. കാരണം നമ്മുടെ കോണ്ടന്റ് അങ്ങനെയാണ്. ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. സോ എൻ്റെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ചില ആൺപിള്ളേരെ കാണണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അപ്പം വേണമെങ്കിൽ കാണുന്നവരും ഉണ്ട്. നല്ല കമൻസും മെസ്സേജസും ഒക്കെ എനിക്ക് വരാറുണ്ട്. അപ്പം ചിലവർ അതിന് വേറെ രീതിയിലും എടുക്കാറുണ്ട്. അത് എൻ്റെ പ്രശ്നമല്ല. കാരണം ഞാൻ നിർബന്ധം പിടിച്ച് പറയുന്നില്ല എൻ്റെ വ്ളോഗ് കുത്തിയിരുന്ന് കാണണം എന്നൊന്നും. വോയിസിനോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ന് എനിക്ക് വൈകിട്ടൊരു മ്യൂസിക് കോൺസേർട്ട് ഉണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇതിൻ്റെ ഒരു ബാൻഡിൻ്റെ കോൺസേർട്ടിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മ്യൂസിക് കോൺസേർട്സിന് പോകാമെന്ന് പറയുമ്പോൾ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഞാൻ പോവും, ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഞാൻ പോവും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒറ്റയ്ക്ക് ആണ് കഴിഞ്ഞ തവണ പോയത്. ഇപ്പം ഇത്തവണ അതൊരു മ്യൂസിക് ജാമാണ്. ഹൗസിലാണ്, ഒരു വീട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. കുറേ പാട്ടുകാരെല്ലാം വന്നിട്ട് നമ്മൾ പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം, ഇല്ലാത്തവർക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവർക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാം. സോ അങ്ങനത്തെ ഒരു ഫൺ സെഷനാണ്. വൈകിട്ട് 4:30-ക്കാണ്. ഇവിടുന്ന് 1 മണിക്കൂർ ദൂരമുണ്ട്. സോ ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. ആദ്യം ഉണ്ടായിരുന്നു ഇത്ര നേരം. ആദ്യമായിട്ടാണ് കുറേ നാൾക്ക് ശേഷം ആദ്യം എൻ്റെ കൂടെ കിട്ടുന്നത്. ഇനി ആദ്യക്ക് 2 മണി തൊട്ട് 8 മണിയുടെ ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞ് അവൾ വരുള്ളൂ. സോ ഞാൻ എന്തായാലും ഇവിടെ പോസ്റ്റാണ്. സോ അപ്പോൾ അതാണ് ഇന്നത്തെ. അപ്പോഴൊക്കെ ഒരു സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ അലമാര അടുക്കി വെച്ചേക്കുന്നത്. എനിക്ക് പണ്ട് ഞാൻ ഇങ്ങനൊന്നും വെക്കത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം കറക്റ്റ് രീതിയിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം ഞാനിങ്ങനെ എടുക്കും. എൻജോയ്. ചായ കുടിക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് കുറച്ച് പാട്ടുകൾ കേൾക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാൽക്കണി വന്നിരുന്ന് ചായ ഒക്കെ കുടിക്കാൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ചോറും ബീറ്റ്റൂട്ടും ഇത് പൊട്ടറ്റോ ആണ്. പുറത്ത് നല്ല മഴയുണ്ട്. എനിക്കാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഒരു കോൺസേർട്ടിന് പോകണം. ഈ മഴ എനിക്കിഷ്ടമല്ല, മഴ പെയ്യുന്നത് സത്യം പറഞ്ഞാൽ.
എങ്ങനെ പോകുമെന്ന് ഞാനിപ്പോൾ ആലോചിച്ചു. സോ ഗൈസ്, ഞാനിപ്പം റെഡിയായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനൊരു മ്യൂസിക് ജാമിന് പോകുന്നുണ്ട്. ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ആക്ച്വലി പരിപാടി നടത്തുന്നത്. കഴിഞ്ഞ തവണ നടത്തിയത് ഒരു കോൺസേർട്ട് മാതിരിയായിരുന്നു, ഒരു ഹാളൊക്കെ ബുക്ക് ചെയ്തിട്ട്. ഇത് എനിക്ക് പക്ഷേ അവരെല്ലാവരും അറിയാം, ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വഴി നമ്മൾ ടെക്സ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. സോ ഐ ആം വെരി എക്സൈറ്റഡ്, കാരണം എനിക്ക് ഇതിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ വരും. ഓക്കെ. സോ ഞാൻ റീസെൻ്റ്ലി കണ്ടുപിടിച്ച ഒരു അടിപൊളി കമ്മ്യൂണിറ്റിയാണ് അൺഹേർഡ് എന്ന് പറയുന്നത്. അവരുടെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പുതുതായിട്ട് അവിടെ ചെന്നേ നമുക്ക് തോന്നാറേ ഇല്ല. നമ്മൾ നേരത്തെ അവിടെ ഓൾറെഡി ഉള്ള പോലെ നമുക്ക് തോന്നാറ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഹോം ജാം ആയിരുന്നു. ഇവരുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചായയും കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഗ്ലോറിയ, എനിക്ക് അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ആൾ ആക്ച്വലി മലയാളിയാണെന്ന് എനിക്ക് അറിയത്തേ ഉണ്ടായില്ല, പിന്നാണ് മനസ്സിലാവുന്നത് മലയാളിയാണെന്നുള്ളത്. സോ ഇറ്റ് വാസ് എ നൈസ് മീറ്റിംഗ്. ഇപ്പം സമയം ഏകദേശം നല്ല രാത്രി ആയിട്ടുണ്ട്, ഒരു 9 മണി ശേഷമെങ്കിലും ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുമായിരുന്നു. അപ്പം അടുത്തൊരു കോൾസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ പോയിട്ട് ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. കുറേ സാധനങ്ങളിൽ ഓർഡർ ചെയ്തു. പിന്നെ വാഷ്റൂമിൽ പോയൊരു മാൻഡേറ്ററി സെൽഫി അല്ലെങ്കിൽ വീഡിയോ അത് ഉറപ്പാണല്ലോ. നല്ല പാട്ടും നല്ല ഫുഡും കഴിഞ്ഞ് ഒരു അടിപൊളി ഓട്ടോ റൈഡുമായിട്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. ഇന്നെൻ്റെ ഹാർട്ട് ഈസ് ഫുൾ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലത്തെ ഒരു മൊമെൻ്റാണ്. കാരണം എനിക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ആസ്വദിക്കാനും പാടാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മ്യൂസിക് അവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട്, ഭയങ്കര ഒരു ഗുഡ് ഫീലിംഗ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു വിഷമമുണ്ട്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആൾ തിരിച്ച് UK പോവാണ്. ഇന്ന് നൈറ്റാണ് പോകുന്നത്. ഇനി 5 മാസം കഴിഞ്ഞേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം വിഷമം വരുന്നുണ്ട്. എല്ലാം സേഫായിട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 5 മാസങ്ങൾക്ക് ശേഷം കാണാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് കുഞ്ഞ് അപ്ഡേറ്റ്സ്. നല്ല വയറൊക്കെ ഫുള്ളാണ്. ഇനി എനിക്ക് മേക്കപ്പൊക്കെ ഒന്ന് കഴുകിക്കളയണം. പിന്നെ നൈറ്റ് സ്കിൻ കെയറും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കാണിച്ചിട്ട് ഞാൻ ഉറങ്ങും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഗൈസ്, ഞാനിപ്പോൾ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നതാണ്. ഞാനിപ്പം ചെയ്യുന്ന കുറച്ച് നൈറ്റ് ടൈം സ്കിൻ കെയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ പറയാം. കാരണം ഞാൻ ചെയ്യുന്നുണ്ട്, ബട്ട് എന്നാൽ വലിയ സ്റ്റെപ്സ് അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ റെറ്റിനോളിൻ്റെ ഫേസ് സിറമാണ്. ഇതിൻ്റെ യൂസേജ് ആക്ച്വലി നമ്മൾ ഇപ്പം അറിയില്ല. ഇതിട്ട് ഇപ്പം നമ്മളങ്ങനെ ഒന്നും അറിയില്ല. കുറച്ച് വർഷം കഴിയുമ്പോൾ ലൈക്ക് നമ്മൾ 30s കയറുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചുക്കിച്ചുളിവുകളൊക്കെ വരാൻ, റിങ്കിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പം ആ ടൈമിൽ, പ്രായമാകുന്ന ടൈമിൽ അത് കുറച്ച് കുറയ്ക്കും എന്നാണ്. പുറത്ത് വണ്ടികൾ എന്ത് പോയാലും പണ്ടായി വീട്ടിലായിരിക്കും കേൾക്കുന്നത്. സോ ഇഗ്നോർ ദാറ്റ്. അപ്പം നമ്മൾ നൈറ്റ് ടൈമിൽ ഞാൻ ആദ്യം നിങ്ങളിത് സ്കിന്നിലൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് ചില ആൾക്കാർ കുറച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്യുക. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ കോസ്മെറ്റിക്സിന് അങ്ങനെ പ്രത്യേകിച്ച് അലർജി ഒന്നും ഇല്ല. എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും, ഇപ്പോൾ ഇന്ന് ഇടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നാളെ ഇട്ടാലും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നം വരാറില്ല. ടച്ച് വുഡ്. എൻ്റെ ഫ്രണ്ട്സ് പണ്ടോട്ട് എന്നെ കളിയാക്കാറുണ്ട് അങ്ങനെ. ഷോനയ്ക്ക് ഫുഡിന് മാത്രം അലർജി വന്നിട്ടുണ്ട്, ഇപ്പോൾ കോസ്മെറ്റിക്സിന് ദൈവം സഹായിച്ച അലർജി ഒന്നും വന്നിട്ടില്ല. അപ്പം ഇതിട്ടിട്ട് ഞാൻ കുറച്ച് നേരം നല്ലപോലെ മസാജ് ചെയ്യാറുണ്ട്. ഈ സിറം നല്ലതാണ്. പിന്നെ ഇത് ആഴ്ചയിൽ ഒരു 2 തവണ ആദ്യം ഇട്ട് നോക്കുക. പിന്നെ
ഓക്കെ ആയി തോന്നുമ്പോൾ അതിൻ്റെ കൗണ്ട് കൂട്ടി വരിക. ഇപ്പം ഞാൻ ഏകദേശം 1.5 വട്ടമാണ് ഇത് ഇടുന്നത്, ഡെയിലി ഇടാറില്ല. അപ്പം ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇതൊരു ഡാർക്ക് സർക്കിൾ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അണ്ടർ ഐ ജെല്ലാണ്. എൻ്റെ ഡാർക്ക് സർക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് കാണുമ്പോൾ ചോദിക്കുന്നതാണ്, രാത്രി ഉറങ്ങാറില്ലേ, കളഞ്ഞു പിടിക്കാൻ പോകാറുണ്ടോ, കരഞ്ഞോ, എന്താ പ്രശ്നം? എല്ലാവർക്കും പല രീതിയിലാണ് ഡാർക്ക് സർക്കിൾസ് വരിക. എനിക്കെന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആണ്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ട്. പിന്നെ എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ് ഡാർക്ക് സർക്കിൾ. ഞാൻ ഇനി ട്രൈ ചെയ്യാത്ത ഒന്നുമില്ല. ഹോം റെമഡീസ് ആണെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിലും ഇനി ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ എനിക്കിതുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് നാളായിട്ട് ഉറക്കക്കുറവുണ്ട്, നല്ല ഉറക്കക്കുറവുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും കുറച്ചധികം ഡാർക്ക് സർക്കിൾ എനിക്കുണ്ട്. സോ ഞാൻ ഈ റീസെൻ്റ്ലി കണ്ടുപിടിച്ച പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ലതാണോ എന്ന് ഞാൻ കുറച്ച് നാളും കൂടെ യൂസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യും. ഇതിട്ട് കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. ചില സമയം 2 നേരം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, രാവിലെ ആണെങ്കിലും രാത്രിയിലാണെങ്കിലും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ് ബാം. അപ്പം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യും. ഇത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചു കേട്ടോ. ഇതും കൂടെ ഇടും. ഇത്രേ ഉള്ളൂ നമ്മുടെ നൈറ്റ് ടൈം സ്കിൻ കെയർ. പിന്നെ എനിക്ക് നോർമലി സൈനസൈറ്റിസ് ഭയങ്കരമായിട്ട് കൂടുതലുള്ള ഒരാളാണ്. സർജറി ഒക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് പോകാത്തതാണ്. അപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈവനിങ്ങിന് ശേഷമായാൽ തല കുളിക്കരുത് എന്നുള്ളൊരു സംഭവം. പക്ഷേ എൻ്റെ ജോലി കാര്യവും ടൈമിങ്സും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു സമയത്തൊക്കെ കുളിക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് മാക്സിമം ഞാൻ നേരത്തെ കുളിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ റീസെൻ്റ്ലി ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കണ്ടുപിടിച്ചൊരു സംഭവമാണ് എനിക്ക് മൈഗ്രെയിനും കൂടെ ഉണ്ടെന്നുള്ളത്. അതിനുള്ള ടാബ്ലറ്റ്സ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു ഈ 2 വീക്സ് എന്ന് പറയുന്നത്. എനിക്ക് സൈനസൈറ്റിസ് വരുന്നു, മൈഗ്രെയിൻ വരുന്നു, മാറുന്നേ ഇല്ല. എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ടയേർഡ് ആവുകയാണ്. പിന്നെ വേറൊരു കാര്യം, വൈറ്റമിൻ ഡിയും കാൽസ്യം ഇതൊക്കെ മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. എനിക്കിത് എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സപ്ലിമെൻറ്റ്സ് ആക്ച്വലി കഴിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നുണ്ട്. അതല്ലാണ്ട് വൈറ്റമിൻ ഡി വേറെ പ്രായമായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൽ കാൽസ്യം പ്ലസ് വൈറ്റമിൻ D3 ഉള്ളതാണ്. ഇത് ഡെയിലി 2 ടാബ്ലറ്റ്സ് പെർ ഡേ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാനിത് 1 എടുക്കാറുള്ളൂ ഡെയിലി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുട്ടി വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.